അന്നം മുടക്കി ഇന്നലെയൊക്കെ പ്രകടനമായിരുന്നു. അന്നം മുടക്കി ആരോഗ്യമുണ്ട്. ഞങ്ങൾ കണ്ടോളാം. ആര് കാണാൻ? ഇവര് ആര് കാണാൻ? പയ്യന്നൂര് പോലും ജയിക്കാൻ ശക്തിയില്ലാത്തൊരു പാർട്ടി കണ്ണുകിട്ടിയാൽ പൊടിക്കുന്നവരാണ്. ഒരു വീട്ടിൽ ചെല്ലുക, ആ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കണമെന്ന് പാചകം ചെയ്ത് തരണം. ആ പാവം വീട്ടമ്മ മെഡിക്കൽ കോളേജിലേക്ക് അല്ലേന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് പൊതി കെട്ടി അവരെ അങ്ങ് ഏൽപ്പിക്കും. എന്നിട്ട് അതിന്റെ DYFI എന്നോ അല്ലെങ്കിൽ സേവാഭാരതി എതിര് കൊടുത്തിട്ട് ഞങ്ങൾ അന്നം കൊടുത്തു, ബാനർ കെട്ടി സ്വന്തം വായിക്ക് സാധനങ്ങൾ കൊടുക്കുക. ഭക്ഷണം കൊടുക്കുന്നതിന് ആരും ഇതിലൊന്നുമില്ല. ആര് ഫ്രീ കൊടുക്കുന്നു നമുക്ക് സന്തോഷമാണ്. പക്ഷേ എന്ന് വെച്ച് ഭൂമി കയ്യേറുക, മെഡിക്കൽ കോളേജിൽ പ്രധാന ഭാഗങ്ങളൊക്കെ കയ്യേറി ബോർഡ് വെക്കുക. കഴിഞ്ഞ ദിവസം ഒരു ക്രിട്ടിക്കൽ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ തലേദിവസം എനിക്ക് അവിടുത്തെ സൂപ്പറിന്റെ ഒരു ഫോൺ വരിക. അത് സേവാഭാരതിക്കാർ പറയാണ്, ഞങ്ങൾ ഇവിടെ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നതാണ്, ഞങ്ങൾക്ക് വേറെ സ്ഥലം തരാതെ ഈ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല. ഞാൻ ഇറക്കി വിടാൻ പറഞ്ഞു, വേറെ സ്ഥലത്തും കൊടുക്കുക, ഇറക്കി വിടാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ ലാബിൽ പരിശോധനയില്ല. എന്താ കാരണം അറിയോ? പുറത്തേക്ക് കുറിച്ചു കൊടുക്കുക. ആ ഞാൻ പത്രക്കാരോട് നിങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടല്ലോ, ആ ലാബിന്റെ ഓണർ ആരാന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും പേര് പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ MLA ആയിട്ടുള്ള ഒരു മുൻ മന്ത്രിയാ അതിന്റെ കാര്യങ്ങൾ നടത്തുന്നത്. ലക്ഷങ്ങളെ ലാഭം ഉണ്ടാക്കുന്നത്. മെഡിക്കൽ കോളേജ് സൗകര്യം ഇല്ലാണ്ടല്ല, ലാബിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയാലല്ലേ ഉണ്ടാവുള്ളൂ. സാധനം ലഭിക്കുക, ഞാൻ സാധനം വാങ്ങിക്കുക, എത്ര പണി. അതിന് സർക്കാർ പണം തരാം. നിങ്ങൾ സ്വകാര്യ ഇതിലേക്ക് ഇനി നാളെ കുറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സസ്പെൻഷൻ ആയിരിക്കും. അപ്പോ ഇതിന്റെ അവസാനം എന്താ പറയുന്നത്? അന്നം മുടക്കി ഇന്നലെയൊക്കെ പ്രകടനമായിരുന്നു. അന്നം മുടക്കി ആരോഗ്യമുണ്ട്. ഞങ്ങൾ കണ്ടോളാം. ആര് കാണാൻ? ഇവര് ആര് കാണാൻ? പയ്യന്നൂര് പോലും ജയിക്കാൻ ശക്തിയില്ലാത്തൊരു പാർട്ടി കണ്ണുകിട്ടിയാൽ പൊടിക്കുന്നവരാണ്. പയ്യന്നൂര് പോലും ജയിക്കുന്നില്ല. 45,000 വോട്ട് ജയിച്ച സ്ഥാനത്ത് 10,000 വോട്ട് തോറ്റു തൊപ്പിയിട്ടിട്ട് ചാനലിൽ വന്ന് പഠിക്കാൻ നിൽക്കുക. ഞങ്ങൾ പഠിപ്പിക്കും, ഞങ്ങളുടെ പഴയ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ എന്നേ കൊണ്ട് കളഞ്ഞു. ആ പാരമ്പര്യം പോയതുകൊണ്ടാണല്ലോ പയ്യന്നൂർ ഉൾപ്പെടെ കയ്യിൽ നിന്ന് പോയത്. ഇപ്പോഴും പഴയ പ്രതാപം പറയും. പണ്ട് കാലത്തുണ്ട് ചില കാരണവന്മാർ ഇങ്ങനെ തറവാടിന്റെ ഒരു ഷെയ്ക്ക് തറവാടിന് മുമ്പിൽ ഇരുന്ന് പറയും, ഇവിടെ ആന ഉണ്ടായിരുന്നു എന്ന് പറയും. നോക്കുമ്പോ കുഴിയാനേനെയാ തന്നെ. പണ്ട് കാലത്തുണ്ടാവും ആന, തറവാട് ക്ഷയിച്ചു, കയ്യിലിരിപ്പുണ്ട്. അപ്പൊ അതുപോലെയാണ് ചിലരിപ്പോ ഇവിടെ പാരമ്പര്യം പറയുന്നത്. പിന്നെ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവര് അന്നം നൽകുന്ന അന്നദാതാക്കൾ. നേരത്തെ കാര്യം പറയുന്നുള്ളൂ. ഒരു വീട്ടിൽ ചെല്ലുക, ആ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കണമെന്ന് പാചകം ചെയ്ത് തരണം. ആ പാവം വീട്ടമ്മ മെഡിക്കൽ കോളേജിലേക്ക് അല്ലേന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് പൊതി കെട്ടി അവരെ അങ്ങ് ഏൽപ്പിക്കും. എന്നിട്ട് അതിന്റെ DYFI എന്നോ അല്ലെങ്കിൽ സേവാഭാരതി എതിര് കൊടുത്തിട്ട് ഞങ്ങൾ അന്നം കൊടുത്തു. പക്ഷെ ഇവിടെ തികച്ചൊരു മാതൃക എന്താ? നിങ്ങൾ രക്തം കൊടുക്കുന്നു. ആരെയും കെയറോഫുള്ള രക്തമല്ല, നിങ്ങളുടെ രക്തം കൊടുക്കുന്നു. നിങ്ങൾ രോഗികളെ സഹായിക്കാൻ. എനിക്ക് ബഹളം ഉണ്ടാക്കേണ്ട വിദ്യാമാര് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ കുറച്ച് രക്തം തന്നോ, എന്നാ പിന്നെ അത്രയും ആൾക്കാർക്ക് ഉപകാരമുണ്ടാവും. അത് തരാൻ താല്പര്യമില്ല. കാരണം ആരെങ്കിലും കൊണ്ട് ചോറുണ്ടാക്കി അത് വാങ്ങിച്ചിട്ട് പാക്കറ്റില് ബോർഡ് പേര് എഴുതിയിട്ട് കൊടുക്കുന്ന, എന്നിട്ട് അന്നദാതാവ് എന്ന് പറയുന്നത് പൊടിയും കെട്ടിയിട്ട്. അപ്പോ അങ്ങനെ ചെയ്യുന്ന വിദ്വാന്മാർക്ക് മെഡിക്കൽ കോളേജിലത്തെ ബ്ലഡ് ബാങ്കിലേക്ക് ഞങ്ങൾ കുറച്ച് രക്തം തരാം. പറഞ്ഞോ, ഞാൻ വരാം നിങ്ങളെ രക്തം സ്വീകരിക്കാൻ. അത് ചെയ്യില്ല, കാരണം അത് നേരത്തൊന്ന് ചോര പോവല്ലോ. രക്തം കൊടുക്കുന്ന ആരോഗ്യത്തിനും നല്ല, സത്യം പറഞ്ഞ. കാരണം ഇതിന്റെ റൊട്ടേഷൻ നടക്കില്ല. ബ്ലഡ് കഴിഞ്ഞപ്പോ പുതിയ രക്തം ഉണ്ടാവും, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോ അങ്ങനെയൊന്നും ചെയ്യാതെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു ഈ CPM-കാര്. രണ്ടാമത് ഞാൻ ഓർക്കുന്ന ചൂരൽമല മുണ്ടക്കേ ദുരന്തമുണ്ടായല്ലോ, 500 പേര് ഭൂമിക്ക് അടിയിൽ കിടക്കുക. അപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡുകാര് ഒരു പൊതിയല്ല കൊടുത്തത്, അവരൊരു കിച്ചൺ പോലെ കെട്ടിയുണ്ടാക്കി ചോറ്, ഭക്ഷണം ഇതെല്ലാം എല്ലാവർക്കും കൊടുത്തു. അവര് പത്രക്കാർക്ക് കൊടുത്തു, പാവപ്പെട്ടവർക്ക് കൊടുത്തു. അവരുടെ കിച്ചണിൽ ചെന്ന എല്ലാവർക്കും ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അല്ലാണ്ട് എവിടെയെങ്കിലും വാങ്ങിച്ചിട്ട് പൊതിച്ചോറായിട്ടല്ല, അവർ കാശ് കൊടുത്ത് വാങ്ങി
മാർക്കറ്റിൽ കൊണ്ടുവന്ന് അല്ല അത് ഇവിടെ കൊണ്ടുവന്ന് കിച്ചണിൽ കൊണ്ടുവന്ന് പാചകം ചെയ്ത് കൊടുത്തു. ഒരു ദിവസം കാലത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് ഇന്നോട്ട് കൊടുക്കാൻ പാടില്ല. അവര് പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു, എടുത്ത് കൊണ്ട് കളയുന്നു. അന്ന് കൂട്ടു നിന്നവരാണ് ഇപ്പൊ ഞങ്ങളാണ് പൊതിച്ചോറ് കൊടുത്ത് എല്ലാ രോഗികളുടെയും ക്ഷേമം കാത്തിരിക്കുന്നത് പറയുമ്പോ ഇതൊന്നും നാട്ടുകാർ മറന്നിട്ടൊന്നുമില്ല. അതാണ് മുണ്ടക്കൈ ജുവൽമേലിൽ ഒരു 10-15 വീടും കെട്ടിയിട്ട് അവിടെ സിദ്ദിഖിനെ കൂവി വിളിച്ചതിന് കെട്ടി വെച്ച കാശ് കിട്ടിയോ അവിടെ കഴിഞ്ഞ അസംബ്ലിയിൽ? 40,000 മറ്റേ അവിടുത്തെ ഭൂരിപക്ഷം ഈ പ്രദേശം ഉൾപ്പെടെ. അവർക്കറിയാം. ഇത് അതിന് കൂട്ടും കിട്ടിയിട്ട് ഇപ്പൊ സേവാഭാരതിക്കാരും കൂടിയിട്ട് BJP-ക്കാർ സുരേന്ദ്രന്റെ പിണറായിക്ക് വരെ ശബ്ദം ഈ കാര്യത്തിൽ. കാരണം രണ്ടും പങ്ക് വെച്ചോണ്ടായിരുന്നു 50-50. ഇതൊക്കെ തടയുമ്പോഴാണ് ഇനിയും വരാനുണ്ട് കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ അവസാനിക്കുന്നില്ല. 10 വർഷം ഉപകരണങ്ങൾ വാരി കൂട്ടി ഒറ്റൊന്ന് രോഗിക്ക് സഹായമാവാതെ അവിടെ വെച്ച് കൂട്ടി കിടക്കുക. വാങ്ങിച്ച കമ്മീഷന്റെ കണക്ക് ഇതൊക്കെ പുറത്തു വരും. അതുകൊണ്ടാണ് ഇപ്പോ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ എത്ര കണ്ടതാണെന്നൊക്കെ കണ്ടു പറയുന്നതല്ലേ, വെടിക്കെട്ടുകാരൻ ഉടുക്കു കൊട്ടി പേടിപ്പിക്കാൻ വരണ്ട, ഇത് കണ്ടാലൊന്നും പേടിക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരോഗ്യ രംഗത്തൊക്കെ നടപ്പാക്കിയ പദ്ധതികൾ പൂർത്തി അധികം തുടങ്ങിയാണ് 2ാമത്തെ മെഡിക്കൽ കോളേജ്. ഞാൻ അത്ഭുതപ്പെടുന്നത് 100 സീറ്റ് കിട്ടിയിട്ട് 100 സീറ്റ് സാങ്ഷൻ ചെയ്തിട്ട് അതിലില്ലാതാക്കി. അതെ, 1000 കുട്ടികൾ MBBS കഴിയേണ്ടതാണ് ഇപ്പൊ. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വയനാട്ടിലെ മടക്കിമലയിൽ ഒരു മെഡിക്കൽ കോളേജിന്റെ തറക്കല്ലിട്ടു. അത് ശ്രീ വീരേന്ദ്രകുമാറിന്റെ കുടുംബം സൗജന്യമായിട്ട് വിട്ടു. ആ ഭൂമി ഉപേക്ഷിച്ചിട്ട് മാനന്തവാടി ജില്ലാ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി. ഇതിന് എന്തായാലും അംഗീകാരം കളയാൻ പാടില്ലല്ലോ. കാരണം അവിടെ UDF ജയിച്ച് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവസ്ഥ എന്താ പറയുക, നഴ്സിംഗ് വിദ്യാർത്ഥികളും MBBS വിദ്യാർത്ഥികളും ഒരേ ഹോസ്റ്റലിൽ താമസം. 46 കുട്ടികൾക്ക് ഒരു ബാത്റൂം. ആലോചിച്ചു, 46 കുട്ടികൾക്ക്. ഇതൊക്കെയായിരുന്നു അഭ്യാസങ്ങൾ. ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടി, സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്തോട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് പൂർത്തിയാക്കിയല്ലേ പറ്റൂ. ഞങ്ങളുടെ അവിടെ ചെന്നിട്ടുള്ള ജോലി ഇവർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ 2-3 ഹോസ്റ്റൽ ഇപ്പൊ മുനിസിപ്പാലിറ്റി വാങ്ങിയിട്ട് നമ്മളാണ്. ഇപ്പോൾ അവരുടെ കെട്ടിടം വിട്ടുവന്നു. അംഗീകാരം നിലനിർത്താനുള്ള എല്ലാ ഏർപ്പാടും. ഇനിയിപ്പോ നീറ്റിന്റെ റിസൾട്ട് വന്നു, ഇനി കുട്ടികൾ വരും. ആ കുട്ടികളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ? അതിനും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് താമസ സൗകര്യത്തോടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നിപ്പോ ഏതാണ്ട് 11ഓളം മെഡിക്കൽ കോളേജുകളായി കേരളത്തിൽ. സർക്കാരിന്റെ നമ്മുടെ UDF സർക്കാരിന്റെ കാലത്ത് വന്ന ഇവര് പൂട്ടിയെന്നല്ലാതെ ഒരെണ്ണം പോലും പുതിയ തുടങ്ങിയിട്ടില്ല. ദൈവസായി കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 10 വർഷം മുഴുവൻ റീൽസ് ഇട്ട് നടന്നു. അവസാനത്തെ 5 വർഷം വീണ വീട്ടി നടന്നു. ഇതൊക്കെ നടന്ന ആ ഒരു ദുരന്തം മാത്രമേ ആരോഗ്യ മേഖലയ്ക്കുള്ളൂ. ബാക്കി ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, മരണങ്ങളുടെ സംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞു, നിപ രോഗിയെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ മേഖല മറ്റു മേഖലകൾ ഇതിനേക്കാൾ ഇതുപോലെ തന്നെ മറ്റു മേഖലയിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2 മാസമായിട്ടേ ഉള്ളൂ. 2 മാസം കൊണ്ട് 10 വർഷത്തെ ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഒരുപാട് മുന്നേറാൻ VD സതീശന്റെ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്